വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. പക്ഷെ കഴിഞ്ഞ സർക്കാർ നല്ല 8ന്റെ പണിയും കൊടുത്തിട്ടാണ് പോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പ്രശ്നം വേറൊന്നാണെന്നുള്ളതാണ്. എന്താണെന്നറിയോ? ശശികല മേഡത്തിനെ പോലെയുള്ള ആളുകൾ അത് ഏത് രീതിയിലാണ് എടുത്തത് നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാവേ. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. മതപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്ന രീതിയിലേക്ക് BJP-ക്കാർ ഇതിനെ കൊണ്ടുപോകുന്നതാ ഒരു സൈഡിലൂടെ. വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ചു തരാം, കേൾപ്പിച്ചു തരാം. ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം ഇട്ടതാണ്. വേണ്ടത് 10 മിനിറ്റ് അല്ല, ഒരു നട്ടെല്ലാണ് സതീശൻ സാറേ. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വഖഫ് സ്വത്തുക്കൾ അതിൽ നിന്ന് നീക്കാൻ കഴിയും എന്നതിന് തെളിവാണ് യോഗി സർക്കാരിന്റെ നടപടികൾ. ഉമീദ് പോർട്ടലിൽ UP-യിൽ നിന്നും രജിസ്റ്റർ ചെയ്ത 31,328 സ്വത്തുകൾ UP സർക്കാർ അതിൽ നിന്ന് നീക്കി. ആകെ UP-യിലെ വഖഫ് സ്വത്തുകൾ 1,18,302. കൃത്യത ഉറപ്പാക്കാനുള്ള സമിതി പരിശോധിച്ച ശേഷമാണ് ഇവയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയത്. സമർപ്പിച്ച രേഖകളിൽ കാണുന്ന ഗസ്ര അഥവാ പ്ലോട്ട് നമ്പറുകൾ വഖഫ് രേഖകളുമായി റവന്യൂ രേഖകളിലെ വിസ്തൃതിയുമായി പൊരുത്തപ്പെട്ടില്ല. ഇങ്ങനെ പല ക്രമക്കേടുകൾ ഉള്ളവ റദ്ദ് ചെയ്തു. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഉമീദ്. ഓക്കെ, അതിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. കേന്ദ്രം വഖഫ് സ്വത്ത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ 6 മാസം അവർക്ക് സമയം നൽകി. സുപ്രീം കോടതി അത് നീട്ടിയില്ല. കേരള ബോർഡ് ഇവിടുത്തെ മുഴുവൻ വഖഫ് സ്വത്തുക്കളും അതിൽ കയറ്റി. ബോർഡ് ചെയർമാൻ KS ഹംസ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിക്ക് മുൻപിൽ പറഞ്ഞത് ഭൂ ഉടമകൾക്ക് ഫാറൂഖ് കോളേജ് നഷ്ടപരിഹാരം നൽകണമെന്നാണ്. ഇത് വഖഫ് സ്വത്ത് ആണെന്നാണ് ET മുഹമ്മദ് ബഷീർ, KM ഷാജി എന്നിവരും പറഞ്ഞിട്ടുള്ളത്. അവർക്ക് സതീശന്റെ അഭിപ്രായമല്ല. അതുകൊണ്ട് നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ മുനമ്പത്തിന്റെ വഖഫ് രജിസ്ട്രേഷൻ യോഗി ചെയ്തതുപോലെ റദ്ദ് ചെയ്യണം, എന്നിട്ട് ചിരിക്കണം. അതുവരെ പൂക്കി ചിരിക്കാം, പക്ഷേ വോട്ടർമാരെ ആക്കി ചിരിക്കരുത് സതീശൻ സാറേ. എന്നിട്ട് അവരൊരു ഫോട്ടോയും കൂടി അതിന്റെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. യോഗി ആത്മഹത്യ ചെയ്ത ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച 31,000 വഖഫ് ഭൂമി രജിസ്ട്രേഷനുകൾ ഉത്തർപ്രദേശ് സർക്കാർ റദ്ദാക്കി. അതായത് സർക്കാർ ഇത് റദ്ദാക്കാൻ കഴിയുമെന്നാണ് ഇവർ പറഞ്ഞത്. അതേപോലെ തന്നെ വഖഫ് ബോർഡ് തന്നെ എടുത്ത് കളയാൻ കഴിയും, പുതിയ ആളുകളെ നിയമിക്കാൻ കഴിയും. ഈ വഖഫ് ഒരു തവണ കൊടുത്താൽ അത് വഖഫാണ് എന്നുള്ളതാണ്. വഖഫ് ഭൂമി വഖഫായി കഴിഞ്ഞാൽ പിന്നെ വഖഫ, അത് അള്ളാഹുവിന്റെ നാമത്തിൽ എഴുതി കൊടുക്കുന്നതാണ്. അതൊരു വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത്. ആ ഒരു സംഭവത്തിനെ വേറെ രീതിയിലേക്ക് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, KM ഷാജി പറഞ്ഞ വാക്കുണ്ട്, VD സതീശൻ അന്ന് പറഞ്ഞ വാക്കുകൾ, ഇത് വഖഫല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം എന്ന് പറഞ്ഞ് നമുക്ക് ഓർമ്മയില്ലേ? അപ്പൊ അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവര് പണി തുടങ്ങി എന്നുള്ളതാണ്. BJP-ക്ക് വളരെ സിമ്പിൾ ആയിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. കഴിഞ്ഞ സർക്കാരാണ് അത് ചെയ്തത് എന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. പക്ഷേ സെക്ഷൻ 95-നെ കുറിച്ചിട്ടും 97-നെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ സെക്ഷൻ എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അന്ന് VD സതീശൻ പറഞ്ഞ വാക്കുകൾ അത് സത്യസന്ധമായിരുന്നോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. എന്താണ് ഏതാണെന്ന്, മുനമ്പത്തുള്ള മനുഷ്യന്മാർ പറ്റിക്കപ്പെട്ടതാണോ എന്നും മനസ്സിലാക്കണം. ഇതിന്റെ ഇടയിലെ BJP-യുടെ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. VD സതീശനെ കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു അപകടം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വഖഫ് ഭൂമിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വേറെ രീതിയിലേക്ക് ചർച്ച പോകുന്നുള്ളത്. ഏകദേശം 404 ഏക്കർ ഭൂമിയാണല്ലോ സിദ്ദിഖ് സേട്ടാന്ന് എഴുതി കൊടുത്തത്. അതിൽ 137 ഏക്കറോളം ഇനി കരയിലുള്ളൂ, ബാക്കിയൊക്കെ കടലിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേൾക്കാം. തുടക്കത്തിൽ പറഞ്ഞല്ലോ, വഖഫ് നിയമമായിട്ട് ബന്ധമില്ല മുനമ്പം പ്രശ്നത്തിന്, പക്ഷേ സൊല്യൂഷൻ ഉണ്ട്. എങ്ങനെ എങ്ങനെ നമ്മുടെ കേരള സർക്കാർ വഖഫ് നിയമത്തിലെ 97 സെക്ഷൻ 97 അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ ഈ പ്രശ്നമൊക്കെ അതോടുകൂടി തീർന്നു എന്നാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ചെറായിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. സെക്ഷൻ 97 എന്താണെന്ന് താങ്കൾക്ക് വല്ല വിവരമുണ്ടോ ശ്രീ VD സതീശ? അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, വായിക്കണം മര്യാദക്ക്. VD സതീശന് ഞാൻ കുറ്റം പറയില്ല, അദ്ദേഹത്തെ പറ്റിച്ചതാണ്. ആരാന്നറിയാവോ? മറ്റൊരു അഡ്വക്കേറ്റാ. അതാരാണെന്ന് നമ്മുടെ സ്റ്റാലിൻ ദേവൻ സാറിന് കൃത്യമായിട്ട് അറിയാം. മുഹമ്മദ് ഷാ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ പറ്റിച്ചത്. അദ്ദേഹം അഡ്വക്കേറ്റാണ്. അദ്ദേഹമാണ് ഈ ആശയം തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചാനലുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അങ്ങോട്ട് വിഴുങ്ങിയിട്ട് ഈ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അഡ്വക്കേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന VD സതീശൻ അത് തന്നെ പറഞ്ഞു. 97 എന്താ 97 പറയുന്നത്? ഞാനത് ശക്തമായൊരു ലേഖനം അതിന് പിന്നിൽ എഴുതിയിരുന്നു. 97 മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് എന്താ അവിടെ പറയുന്നത്? സെക്ഷൻ 96 പ്രകാരം കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന സർക്കാരിന് വഖഫ് ബോർഡിന് നിർദ്ദേശങ്ങൾ കൊടുക്കാം, അത് വഖഫ് ബോർഡ് സ്വീകരിക്കാം. ഇതാണ് 97 ഉള്ളത്. അപ്പൊ മുഹമ്മദ് ഷാ ചാനൽ ചർച്ചകളിൽ എല്ലാം ഇരുന്ന് പറഞ്ഞ എങ്ങനെയാണെന്ന് അറിയാവോ? ആ ഫസ്റ്റ് പാർട്ട് അങ്ങോട്ട് കട്ട് ചെയ്തു. ഏതാ ഫസ്റ്റ് പാർട്ട്?
സെക്ഷൻ 96 പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇത്രയും സാധനം അങ്ങോട്ട് കട്ട് ചെയ്തു. എന്നിട്ട് അവസാനത്തെ ഭാഗം എടുത്തു. എന്ത് എളുപ്പമാ! എന്താ അവസാനത്തെ രണ്ടാമത്തെ ഭാഗം എന്താ? കേരള സർക്കാർ വഖഫ് ബോർഡിന് നിർദ്ദേശം കൊടുക്കുക, വഖഫ് ബോർഡ് അങ്ങോട്ട് കാര്യങ്ങൾ പിൻവലിക്കുക. എല്ലാം എളുപ്പം. എന്നിട്ട് അതും വെച്ച് നടക്കുക. പഠിക്കാതെ ഞങ്ങളുടെ നേതാവ് ഒന്നും പറയാറില്ലെന്നാണ് ഇപ്പൊ പ്രചാരണം. കേട്ടോ നിങ്ങളത്? ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. പാവം കോൺഗ്രസ് അണികളോട്, അതായത് ഇതുവരെ ഞാൻ വോട്ട് ചെയ്തു വന്ന കോൺഗ്രസിനോട്, കൈപ്പത്തിക്കാരോടാണ് പറയുന്നത്, ഇത്രയ്ക്ക് നിങ്ങൾ തരം താഴരുത്. നിങ്ങളുടെ നേതാവ് പറയുന്നത് സത്യമാണോ എന്ന് വായിച്ചു നോക്കാനുള്ള വിവരമെങ്കിലും നിങ്ങൾക്കില്ലേ? KM ഷാജി പറഞ്ഞ വാക്കും കൂടി ഞാനൊന്ന് കേൾപ്പിക്കാം. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് VD സതീശൻ പറഞ്ഞത് വഖഫ് ഭൂമി എല്ലാം തീരുമാനിച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിന്റെ നാമത്തിൽ എഴുതി കൊടുക്കുന്ന ഭൂമി എങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിയും? ആർക്ക് തീരുമാനിക്കാൻ കഴിയും? വഖഫ് ബോർഡിന് തീരുമാനിക്കാൻ കഴിയുമോ? ഇല്ല. അങ്ങനെയാണ് അതിന്റെ നിയമ സംവിധാനങ്ങൾ എന്നുള്ളതാ. വേണമെങ്കിൽ KM ഷാജി പറഞ്ഞൊന്ന് കേട്ടോളൂ കേട്ടോ. ഞാൻ കൂടുതലായിട്ട് ഒന്നും ഈ വിഷയത്തിൽ ഇനി ഞാൻ സംസാരിക്കുന്നില്ല. കാരണം വിഷയം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. BJP-ക്കാർ അത് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഭൂമി നഷ്ടപ്പെട്ട ആളുകൾ അവർ സംസാരിക്കും. അവരുടെ കൂടെ അല്ലാതെ ഒരു അടി നമ്മള് വേറൊരു സ്ഥലത്ത് നിൽക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാണാം. മുനമ്പം വിഷയം വലിയ ഒരു പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൽ വലിയ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? ഫാറൂഖ് പോൽ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാവ മനുഷ്യരല്ല. അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ്. പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ്? ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? അവനെ പിടിക്കേണ്ടത് മുസ്ലിം ലീഗാണോ? അവനെ പിടിക്കേണ്ടത് CPM ആണോ കോൺഗ്രസ് ആണോ? അല്ലല്ലോ. അതിനല്ലേ ഇവിടെ ഭരണകൂടമുള്ളത്. ഫാറൂഖ് കോളേജിന് എന്ത് അധികാരമാണ് അത് വഖഫ് അല്ലെന്ന് പ്രഖ്യാപിക്കാൻ? അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടേ ഗവൺമെന്റ്? കേട്ടില്ലേ? അള്ളാഹുവിന്റെ നാമത്തിൽ എഴുതി കൊടുക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി വഖഫ് ആണെങ്കിൽ വഖഫാണ്. അതാർക്കും തടയാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി ശരിവെച്ച വിഷയമാണ്. ഇവിടെ സർക്കാർ ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങൾക്ക് ആ ഭൂമി തിരിച്ചു വാങ്ങിക്കൊടുക്കാനുള്ള പണിയെടുക്കണം. വഖഫിൽ നിന്ന് ആ ഭൂമി ഗവൺമെന്റിന് വാങ്ങാം. ആരാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് സമ്പത്ത് ഉണ്ടാക്കിയത് അവരെ പിടിച്ചു കൊണ്ടുവരണം. അവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടണം. ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കണം. അവരുടെ സമയത്തിനും അവരുടെ ജീവനും വാല്യൂ ഉണ്ട് എന്ന് സർക്കാർ പറയണം, അല്ലെങ്കിൽ അത് തെളിയിക്കണം എന്നുള്ളതാണ്. ഇവിടെ പിണറായി വിജയൻ അത് ചെയ്തു ഇത് ചെയ്തു അതല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന സർക്കാരിനെയാണ് ആവശ്യം. പിണറായി വിജയൻ ഇതാ ഇങ്ങനെ ഒരു സാധനം ഉമീദിലെ കൊണ്ടുപോയി അങ്ങ് കൊണ്ട് മലത്തി എന്ന് പറയുന്നതിന് പകരം ജനങ്ങളത് അറിയിക്കേണ്ടത് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ ഉടനെ തീരുമാനം ഉണ്ടാക്കണം. പക്ഷെ എന്തുകൊണ്ട് KM ഷാജി പറഞ്ഞ പോലെ അത് കട്ടവനെ കണ്ടെത്താനുള്ള ഒരു പണി എടുക്കുന്നില്ല എന്നുള്ളതാണ്. VD സതീശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. RSS ബന്ധവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് സംസാരിക്കണം. നമ്മൾ ഒരിക്കലും അടിമയായിട്ട് തുടരരുത്, അത്രേ പറയുന്നുള്ളൂ. നമ്മൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം, നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിനിടയിൽ എല്ലാ കാര്യവും നമ്മൾ പരിശോധിക്കണം. ഒരാൾ ഈ സൈഡിലൂടെ നന്മ ചെയ്ത് ആ സൈഡിലൂടെ ഊളത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഊളത്തരം കൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കണം എന്നുള്ളതാണ്. അത്ര മാത്രമാണ് ലക്ഷ്യം. ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ആ ഭൂമി തിരിച്ചു കിട്ടണം. അത്ര എനിക്ക് പറയാനുള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.